എന്താണ് TSI? ടർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ. ടർബോ ചാർജർ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനെ മെൻഷൻ ചെയ്യുന്ന വോക്സ് വാഗൻ സ്കോഡ ഗ്രൂപ്പുകളിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് TSI. ഇതിപ്പോൾ ഒരു സ്കോഡ കുഷാക്കിന്റെ 1.5 ലിറ്റർ TSI എഞ്ചിനാണ്. എന്താണ് ഈ TSI, എന്താണ് ടർബോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഡയഗ്രാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഈ റെഡ് കളർ പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ആരോ പോകുന്നുണ്ടോ, അതാണ് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസസ് അഥവാ സൈലൻസറിലേക്ക് പോകുന്ന എക്സോസ്റ്റ്. ആ എക്സോസ്റ്റ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ടർബോ ചാർജറുമായിട്ടാണ്. ടർബോ ചാർജറായിട്ട് കണക്ട് ചെയ്തേക്കുമ്പോൾ ഈ പോകുന്ന ഗ്യാസ് പോകുന്ന വഴിക്ക് നമ്മുടെ ടർബോ ചാർജറിൻ്റെ അകത്തുള്ള ഒരു ടർബൈനെ, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ടർബൈനെ കറക്കുന്നുണ്ട്. ആ കറക്കുന്നത് കൊണ്ട് തന്നെ ഈ ടർബൈൻ കണക്ട് ചെയ്തേക്കുന്ന ഷാഫ്റ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടർബൈനും ഓട്ടോമാറ്റിക്കലി കറങ്ങും. അത് നേരെ തിരിച്ചാണെന്ന് മാത്രം, പുറത്തുള്ള എയറിനെ സക്ക് ചെയ്തേക്ക് അകത്തേക്ക് വിടുന്നു. അങ്ങനെ സക്ക് ചെയ്ത് അകത്തേക്ക് വിടുന്ന എയറിനെ ഈ കംപ്രസർ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ പൈപ്പിലൂടെ നേരെ ഇന്റർകൂളർ അഥവാ ചാർജർ എയർ കൂളർ എന്നതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റേഡിയേറ്റർ പോലെ തോന്നുന്ന ആ ഒരു കോമ്പണന്റിലൂടെ കടത്തിവിട്ട് നേരെ എയർ ഇൻടേക്ക് അഥവാ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് കടത്തിവിടുന്നു. ഇതിൽ ഈ കാണുന്ന കമ്പോണന്റ് ആണ് ടർബോ ചാർജർ. ഞാനിപ്പോൾ ഇത് തൊട്ട് കാണിക്കാം. ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അലൂമിനിയം പോർഷനിൽ കാണുന്ന ഈ ഒരു കോമ്പണന്റ് ആണ് ടർബോ ചാർജർ. ഈ ഒരു പൈപ്പിലൂടെയാണ് എക്സോസ്റ്റ് ഗ്യാസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ടർബോ ചാർജറിലേക്ക് കൊടുത്തുവിടുന്നത്. ആ എക്സോസ്റ്റ് ഗ്യാസ് അവിടെ നിന്ന് ടർബൈനെ കറക്കി തിരിച്ച് റൈറ്റ് സൈഡിൽ കൂടെ ഇന്റർകൂളറിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ എയർ ഇൻടേക്കിലേക്ക് അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് ചെല്ലുന്ന ഈ ഹൈ പ്രഷറിലുള്ള ഈ എയർ ഫ്യൂവലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ ടർബോ ചാർജർ എഞ്ചിനേക്കാളും 30 to 40% വരെ പെർഫോമൻസ് കുറവായിരിക്കും. ഈ ഒരു ടർബോ ചാർജർ കമ്പോണന്റ് വരുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കൊരു 40% വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കുന്നത്. ഇതൊരു നാച്ചുറൽ ആസ്പിറേറ്റഡ് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇതൊരു മാരുതിയുടെ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 4 പൈപ്പുകൾ താഴെ കൂടെ പോയിക്കുന്നുണ്ടോ. ഇതാണ് എക്സോസ്റ്റ് ഗ്യാസ്. നമുക്ക് ഇതിനകത്തേക്ക് ഇൻടേക്ക് കൊടുത്തേക്കുന്നത് സാധാ എയർ ഫിൽട്ടർ ചെയ്യുന്നത്, അതായത് നോർമൽ എയർ ഫിൽട്ടർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ നാച്ചുറൽ ആസ്പിറേറ്റഡ് എന്ന് വിളിക്കുന്നത്. ബ്രീത്തിങ്ങിനെയാണ് ഈ ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒരു കാർ ബ്രീത്ത് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളതാണ് അതിന് മെൻഷൻ ചെയ്യുന്നത്. ടർബോ ചാർജർ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ അതാ ബ്രീത്ത് ചെയ്യുന്നത് ടർബോ ചാർജറിന്റെ ഉള്ളിൽ കൂടെയാണ്, അതായത് ബൂസ്റ്റഡ് ആയിട്ടുള്ള എയർ ആണ് ആ വണ്ടിക്ക് ബ്രീത്ത് ചെയ്യാൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന് പെർഫോമൻസ് കൂടുതലുള്ളത്. ഇതൊരു സ്കോഡയുടെ 1 ലിറ്റർ TSI എഞ്ചിനാണ്. ഇത് 3 സിലിണ്ടർ ആണ്. നമുക്കൊരു വണ്ടിയുടെ മേളിൽ ക്യാപ്പിലേക്ക് കൊടുത്തിട്ടുണ്ടാവും എത്ര സിലിണ്ടർ ആണെന്നുള്ളത്. മെയിനായിട്ട് മിക്ക ബ്രാൻഡിന്റെ വണ്ടികളിലും ഉണ്ടാവും. ആ 3 സിലിണ്ടറിനെ മെൻഷൻ ചെയ്യുന്നതാണ് 3 സ്ട്രൈപ്സ്. നമുക്കിതിന് നോക്കാൻ നേരത്തെ അറിയാൻ പറ്റും. നമുക്ക് ഇതിന്റെ നേരത്തെ കാണിച്ച നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിന്റെ ആ ഒരു എക്സോസ്റ്റ് ഗ്യാസ് പോയിരിക്കുന്ന പൈപ്പ് ഉണ്ടാവും. ഇവിടെ അത് നേരെ കൊടുത്തേക്കുന്നത് ടർബോ ചാർജറിലേക്കാണ്. അങ്ങനെ ടർബോ ചാർജറിൽ നിന്നാണ് പിന്നെ ഇതിന്റെ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്, അതായത് സൈലൻസറിലേക്കുള്ള ഒരു പൈപ്പ് കൊടുത്തേക്ക്. അതിനുശേഷം ആ എയർ ഇന്റർകൂളറിലൂടെ പോയി തണുത്തതിന് ശേഷമാണ് ഈ ഒരു എയർ ഫിൽറ്റർ വഴി എഞ്ചിൻ്റെ അകത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ വണ്ടികൾക്ക് ഇത്രയും പെർഫോമൻസ് വരുന്നത്.